പി.വി. അൻവർ യു.ഡി.എഫിന്റെ ഭാഗമായിരിക്കുന്നു. സർക്കാരിന്റെ CPM-ന്റെ വലിയ വക്താവായിരുന്ന പി.വി. അൻവർ വലിയ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് പുതിയ രാഷ്ട്രീയ മാറ്റം പ്രഖ്യാപിച്ചത്. പക്ഷേ ഇതുവരെയും അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം സാധ്യമായില്ല. അദ്ദേഹത്തിന്റെ മുന്നണി പ്രവേശനം സാധ്യമായില്ല. വലിയ കടമ്പകളുണ്ടായിരുന്നു, വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. ഒടുവിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പി.വി. അൻവർ ഒടുവിൽ യു.ഡി.എഫിന്റെ ഭാഗമായിരിക്കുന്നു. കഴിഞ്ഞ ബൈ ഇലക്ഷനും പി.വി. അൻവർ പ്രത്യേക സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് മത്സരിച്ചത്. ഈ നീക്കങ്ങളൊക്കെ അൻവറിന്റെ മുന്നണി പ്രവേശനം വൈകിപ്പിച്ചു എന്ന ഒരർത്ഥത്തിൽ പറയാം. എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹത്തെ അസോസിയേഷൻ അംഗമായി ഉൾക്കൊള്ളിക്കാൻ തയ്യാറായിരിക്കുന്നു. അതാണ് യു.ഡി.എഫ് തീരുമാനം ഇന്നലെ ഉണ്ടാവുന്നത്. അങ്ങനെ വരുമ്പോൾ പി.വി. അൻവർ ഇനി എവിടെ മത്സരിക്കും എന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം അൻവറിൻ്റെ സ്വന്തം മണ്ഡലം നിലമ്പൂർ യു.ഡി.എഫിൻ്റെ സിറ്റിംഗ് സീറ്റായി മാറിക്കഴിഞ്ഞു. അവിടെ മറ്റൊരാളാണ്. ഇനി അൻവറിന് അവിടെ പ്രതീക്ഷ വേണ്ട. പകരം അൻവർ എന്ത് പ്രതീക്ഷിക്കണം, എവിടെ പ്രതീക്ഷിക്കണം എന്നതാണ് ചോദ്യം. പി.വി. അൻവറിന് ഏത് സീറ്റ്, അൻവർ എവിടെ മത്സരിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് നോക്കാം അൻവറിൻ്റെ രാഷ്ട്രീയ സാധ്യതകളും എങ്ങനെ എന്ന കാര്യം കൂടി. അൻവർ എവിടെ മത്സരിക്കുമെന്ന ചോദ്യത്തിൻ്റെ ആദ്യ ഉത്തരം നൽകുന്നു. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് അൻവർ മത്സരിക്കുന്നതെങ്കിൽ അവിടെ തവനൂർ എന്ന സാധ്യതയാണ് ആദ്യമായി ഉയരുന്നത്. തവനൂർ നോക്കുക. തവനൂർ മണ്ഡലം നിലവിൽ അത് CPM-ന്റെ ഇടതുമുന്നണിയുടെ രൂപീകരണ കാലം മുതലേ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ 3 ടേമുകളായി അവിടെ വിജയിച്ചു വരുന്നത് KT ജലീലാണ്. KT ജലീലാണ് അവിടെ തുടർച്ചയായി വിജയിച്ചു വരുന്ന വ്യക്തി. അൻവർ എവിടെ മത്സരിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ആദ്യ സാധ്യതയായി പങ്കുവെക്കാൻ കഴിയുന്നത് മലപ്പുറം ജില്ല തന്നെയെങ്കിൽ അത് തവനൂരാവാനുള്ള സാധ്യതയാണ്. 2-3 സാഹചര്യമുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ അത് തവനൂർ എന്ന സാധ്യതയിലേക്ക് വരുമ്പോൾ നമുക്ക് കോൺഗ്രസിൻ്റെ തന്നെ കോൺഗ്രസ് തന്നെ മത്സരിക്കുന്ന സീറ്റാണ്. അതുകൊണ്ട് മുന്നണിയിൽ മറ്റ് തർക്കത്തിന് സാധ്യതയില്ല എന്നുകൂടി കരുതാം. എന്താണ് തവനൂരിൻ്റെ സാധ്യത എന്നുകൂടി നമുക്ക് വീണ്ടും നോക്കാം. അൻവർ എവിടെ മത്സരിക്കുമെങ്കിൽ തവനൂർ എന്ന സാധ്യതയിലേക്ക് തന്നെ നമുക്ക് വരേണ്ടി വരുന്ന കാരണവും അതുതന്നെയാണ്. കാരണം തവനൂർ നിലവിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച ഇടമാണ്. അവിടെ ഇത്തവണ അതുകൊണ്ട് തന്നെ അൻവർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. KT ജലീലും അൻവറും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുമോ എന്ന ചോദ്യമുണ്ട്. പഴയ സുഹൃത്തുക്കളാണ് ഇടതു മുന്നണിയിൽ. അവർ പരസ്പരം ഏറ്റുമുട്ടുന്ന ഇടമായി തവനൂർ മാറുമോ എന്ന ചോദ്യമാണ്. അൻവർ ഉത്തരം നൽകണം, ഒപ്പം KT ജലീലും മറുപടി പറയേണ്ടി വരും. എന്തായാലും ഈ പോരാട്ടം ശ്രദ്ധേയമായിരിക്കും തവനൂരെങ്കിൽ. അങ്ങനെ ഈ സാധ്യതയിൽ ഏറ്റവും കൽപ്പിക്കപ്പെടുന്ന ഒരു പേരായി തവനൂർ മണ്ഡലം മാറുകയാണ്. തവനൂരിൽ അൻവറിനും സ്വാധീനമുണ്ട്. സ്വാഭാവികമായും അൻവർ തൻ്റെ സ്വാധീന ശക്തി മലപ്പുറത്തെ തന്നെ മറ്റൊരു മണ്ഡലമായ തവനൂർ ഉപയോഗിക്കാം. അവിടെ ലീഗിന് കോൺഗ്രസുമായി മറ്റു വിട്ടുവീഴ്ചകളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ കയ്യിലുള്ള സീറ്റ് തന്നെയാണ്, കോൺഗ്രസ് തന്നെ മത്സരിക്കുന്ന ഇടമാണ്. സ്വാഭാവികമായി അത് മറ്റൊരാൾ കൈമാറിയാൽ മതി. കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്വഭാവത്തിൽ വന്ന ഫിറോസ് കുന്നംപറമ്പിലൊക്കെ മത്സരിച്ച ഇടമാണ്. അതുകൊണ്ട് എപ്പോഴും രാഷ്ട്രീയ പരീക്ഷണം കോൺഗ്രസ് നടത്തുന്ന ഇടമാണ്. അവിടേക്ക് ഇത്തവണ അൻവറിന് കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല, അല്ലെങ്കിൽ ഒരു തർക്കവും ബുദ്ധിമുട്ടും കോൺഗ്രസിനും യു.ഡി.എഫിനും ഉണ്ടാവേണ്ടതില്ല. പക്ഷേ അതായിരിക്കുമോ അൻവർ മത്സരിക്കുമെന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. മറ്റൊരു സാധ്യത അതുകൂടി നമുക്ക് നോക്കാം. അൻവർ തവനൂർ അല്ലെങ്കിൽ മറ്റെവിടെ മത്സരിക്കും? ആ ചോദ്യത്തിന് ഇനി കാണുന്നതാണ് ഉത്തരം. നോക്കൂ, അൻവർ കോഴിക്കോട് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, കോഴിക്കോട് ജില്ലയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് ബേപ്പൂരാവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അതായത് തവനൂർ അല്ലെങ്കിൽ അൻവർ ബേപ്പൂർ മത്സരിച്ചേക്കാം. എന്തുകൊണ്ട് ബേപ്പൂർ? ചോദ്യം പ്രസക്തമാണ്. ബേപ്പൂർ എന്തുകൊണ്ട് എന്നതിന് ചില രാഷ്ട്രീയ ഉത്തരങ്ങളുമുണ്ട്. കാരണം ബേപ്പൂർ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായൊരു ഇടമാണ്. പക്ഷേ അവിടെ ബേപ്പൂർ വരുന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹം നേരത്തെ മുഹമ്മദ് റിയാസിനെ, സംസ്ഥാനത്തെ മന്ത്രിയെ വെല്ലുവിളിച്ച് ബേപ്പൂർ ഞാൻ വന്ന് മത്സരിക്കും എന്ന വെല്ലുവിളിയൊക്കെ അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്. നമുക്കൊരു പക്ഷേ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു ദൃശ്യം, ഒരു ഫോട്ടോ എത്തിക്കാൻ കഴിയും. ഇന്നലെ ഈ മുന്നണി പ്രവേശനം നടന്നതിന് ശേഷം, പ്രഖ്യാപനം വന്നതിന് ശേഷം ബേപ്പൂരിലേക്ക് അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ ചില പോസ്റ്ററുകൾ, ഫ്ലെക്സുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിൽ എന്താണ് അതുകൂടി എന്ന കാര്യം കൂടി പ്രസക്തമായ കാര്യമാണ്. നോക്കുക, അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട്, ബേപ്പൂരിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്ന പോസ്റ്ററാണ് ഇന്നലെ രാത്രി അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പി.വി. അൻവറിൻ്റെ ബേപ്പൂരിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം. ബേപ്പൂർ CPM-ന്റെ ശക്തമായ ഇടമാണ്. എന്താണ് ബേപ്പൂരിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. എന്തായാലും അൻവറിന് മുന്നിൽ ബേപ്പൂരുകാർ അൻവറിനെ സ്വാഗതം ചെയ്യണം. അങ്ങനെയെങ്കിൽ കോഴിക്കോട് ജില്ലയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ബേപ്പൂർ എന്ന മണ്ഡലത്തിൻ്റെ സാധ്യത വേറെയാണ്. തിരുവമ്പാടി പോലെ സാധ്യത കൽപ്പിച്ചിരുന്ന മറ്റു ചില ഇടങ്ങൾ കൂടിയുണ്ട്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ കോഴിക്കോട് ബേപ്പൂർ എന്ന ഒരു സാധ്യത അൻവറിനുണ്ടാവും. ഇനിയൊരു ചോദ്യമുണ്ടാവുന്ന കാര്യം, മുന്നണിയിലേക്ക് വന്ന അൻവറിന് ഒരു സുരക്ഷിത മണ്ഡലം നൽകാൻ
കോൺഗ്രസ് തയ്യാറാകുമോ എന്ന ചോദ്യമാണ്. സുരക്ഷിത മണ്ഡലം നൽകുമോ അൻവറിന് കോൺഗ്രസ് എന്ന ചോദ്യമാണ്. കാരണം അൻവറിന് ഏറ്റവും സുരക്ഷിതമായൊരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാവാനുള്ള സാധ്യത കുറവാണ്. മറിച്ച് അൻവർ ഒരു സീറ്റ് പിടിച്ചെടുക്കട്ടെ എന്ന നിലപാട് ഒരു പക്ഷേ UDF സ്വീകരിച്ചേക്കാം. മറിച്ചൊരു സുരക്ഷിത മണ്ഡലം നൽകാനില്ല താനും. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ അൻവറിൻ്റെ സ്വാധീന ശക്തി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം അത് വടക്കൻ കേരളത്തിൽ തന്നെ കണ്ടെത്തും. അതുതന്നെയാണ് ആ നീക്കം. അൻവറിൻ്റെ കേന്ദ്രങ്ങൾ പറയുന്ന സൂചനകൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. നമുക്കതിലേക്കും വരിക. ഇതിനിടയിൽ ഒരു കാര്യം, ബേപ്പൂരും തവനൂരും സുരക്ഷിതമോ എന്ന ചോദ്യം കൂടിയാണ്. സുരക്ഷിതമോ എന്ന് ചോദിച്ചാൽ ഒറ്റനോട്ടത്തിൽ ഒട്ടുമേ സുരക്ഷിതമല്ല രണ്ടിടങ്ങളും. പക്ഷേ ആ രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരു പക്ഷേ അൻവർ തയ്യാറാവേണ്ടി വരും. കാരണം ബേപ്പൂര് വലിയ രീതിയിലുള്ള ഇടതുകോട്ടയാണ്. തുടർച്ചയായി ഇടതുപക്ഷം ജയിക്കുന്ന ഇടമാണ്. ആ ബേപ്പൂർ ഇത്തവണ അൻവറിന് മുന്നിൽ വെല്ലുവിളിയായി ഉണ്ടാവും. അല്ലെങ്കിൽ തവനൂരും. ഈ രണ്ടിടവും അൻവറിന് മുന്നിൽ സുരക്ഷിതമോ എന്ന പ്രസക്തമായ ചോദ്യം കൂടി നമുക്ക് മുന്നിലേക്ക് ഉയരുകയാണ്. നമുക്കിനി പരിശോധിക്കേണ്ടത് എന്തുകൊണ്ട് തവനൂർ, എന്താണ് തവനൂരിൻ്റെ പ്രത്യേകത എന്ന കാര്യം കൂടി പ്രസക്തമാണ്. നമുക്ക് അതുകൂടി നോക്കാം. തവനൂർ എന്ന മണ്ഡലവും അതിൻ്റെ പ്രത്യേകത കൂടി നമുക്ക് നോക്കുമ്പോൾ തവനൂർ KT ജലീൽ തുടർച്ചയായി ജയിക്കുന്ന ഇടമാണ്. മണ്ഡല രൂപീകരണം മുതൽ അവിടെ ഇടതുമുന്നണി തന്നെയാണ് ജയിക്കുന്നത്. മലപ്പുറത്ത് കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തവനൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് ഫിറോസ് കുന്നംപറമ്പിലാണ്. മണ്ഡല രൂപീകരണം മുതൽ അവിടെ ഇടതുമുന്നണി ജയിക്കുന്നു. KT ജലീലിൻ്റെ തുടർച്ചയായ മണ്ഡലമാണ്. ജലീലിന് വലിയ സ്വാധീനമുള്ള ഇടമാണ്. KT ജലീൽ അല്ലെങ്കിൽ മറ്റൊരാൾ ഇടതുമുന്നണിയിൽ ജയിക്കാനും ഒട്ടും സാധ്യതയില്ല എന്നതാണ്. ശ്രദ്ധിക്കുക, ജലീൽ ആയതുകൊണ്ട് മാത്രം ഒരു പക്ഷേ വിജയിച്ച് കയറുന്ന ഇടമാണ്. ലീഗിന് വലിയ സ്വാധീനമുള്ള ഇടമാണ്. ഇത്തരം പ്രത്യേകതകളുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെയെങ്കിൽ ഇത്തവണ ജലീലില്ലെങ്കിൽ ഒരു പക്ഷേ അൻവർ ഒരു പയറ്റിയേക്കാം എന്ന സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അതുകൂടി ഈ തവനൂരിൻ്റെ പ്രത്യേകതകളിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. ഇതാണ് തവനൂരുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം. ഒപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി നമ്മൾ നോക്കേണ്ട ബേപ്പൂരിൻ്റെ സാധ്യതകൾ കൂടിയാണ്. ബേപ്പൂർ എത്ര കണ്ട് സുരക്ഷിതമെന്ന ഒരു പ്രത്യേകതയാണ്. പരമ്പരാഗതമായി ഇടത് കോട്ടയാണ് ബേപ്പൂർ. മുഹമ്മദ് റിയാസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ്. ഒപ്പം ഈ ബേപ്പൂരിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഈ ബേപ്പൂര് തുടർച്ചയായി ഇടതുപക്ഷം ജയിച്ചു വരുന്ന ഇടമാണ്. പരമ്പരാഗത ഇടത് കോട്ടയാണ്. അവിടെ ലീഗിൻ്റെ വോട്ടുകൾ അങ്ങേയറ്റം നിർണായകമാണ്. റിയാസിനെ വെല്ലുവിളിച്ച് ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ അൻവർ വന്ന സ്ഥലമാണ്. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ബേപ്പൂരിൻ്റെ പ്രത്യേകതയിലേക്ക് വരുമ്പോൾ ഇതിനിടയിൽ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ വരുന്നു. അവിടെ ലീഗിൻ്റെ വോട്ടുകൾ കൂടി നിർണായകമാണ്. ഇങ്ങനെ ബേപ്പൂരിന് കുറേ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് നമ്മൾ സൂചിപ്പിച്ചത്. എന്തായാലും ബേപ്പൂരിൻ്റെ പ്രത്യേകതകളിലേക്ക് വരുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. ഒപ്പം അവിടെ രാഷ്ട്രീയപരമായ ചില വെല്ലുവിളികൾ നടന്ന ഇടമാണ്. അതുകൊണ്ടുകൂടിയാണാവും ഒരു പക്ഷേ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെയും കാരണം. ഒരു പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയം നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടി വരും. PV അൻവർ എവിടെ മത്സരിക്കുമെന്ന ചോദ്യം, അതിന് ഉത്തരം കണ്ടെത്താൻ സമയമാവുന്നു. കാരണം PV അൻവർ UDFിൻ്റെ ഭാഗമാകുമ്പോൾ അദ്ദേഹത്തിന് ഒരു സുരക്ഷിത മണ്ഡലം നൽകുമോ അതല്ലെങ്കിൽ മറ്റേത് മണ്ഡലം എന്ന ചോദ്യമാണ്. തൻ്റെ സ്വന്തം മണ്ഡലമായ നിലമ്പൂർ വിട്ടൊഴിഞ്ഞ അൻവറിനെ എവിടെ UDF പരിഗണിക്കുമെന്ന ചോദ്യത്തിന് തവനൂർ അല്ലെങ്കിൽ ബേപ്പൂർ, അതല്ലെങ്കിൽ എവിടെ എന്ന ചോദ്യമാണ്.